എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഏക്കർ കണക്കിന് തെങ്ങും തോപ്പുണ്ട്, കവുങ്ങുണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട്, എല്ലാ കുന്ത്രാണ്ടും ഉണ്ട്. പക്ഷെ ഈ നാട്ടിൽ നിന്ന് അടുത്ത നാട്ടിൽ ചെന്ന ആരറിയും മുതലാളിയെ? നെല്ലും തേങ്ങയും കുരുമുളകും ഒക്കെ ഉണ്ടെന്ന് നമ്മുടെ നെറ്റിയിൽ എഴുതി ഒട്ടിക്കാൻ പറ്റുമോ? ബസ് വാങ്ങിച്ചാൽ ബസ് ഉണ്ട് എന്ന് നെറ്റിയിൽ എഴുതി ഒട്ടിക്കാൻ പറ്റുമോ? അത് ചോദ്യം, ബുദ്ധിപരമായ ചോദ്യം. പക്ഷെ ബസ് വാങ്ങിച്ചാൽ എഴുതാൻ നമ്മുടെ നെറ്റി വേണ്ട. ബസിന്റെ പുറത്ത് ശ്രീ KP തങ്കപ്പൻ നായർ ട്രാൻസ്പോർട്ട് കമ്പനി എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വയ്ക്കും. ആളുകൾ അത് വായിക്കും, അന്വേഷിക്കും. ശ്രീ KP തങ്കപ്പൻ നായർ, ശ്രീ KP തങ്കപ്പൻ നായർ ആരടാ ഇയാള്? ഈ നാട്ടിലും ബസ് ഓടിച്ചെല്ലുന്ന എല്ലാ നാട്ടിലും ശ്രീ KP തങ്കപ്പൻ നായരെ ജനങ്ങൾ അറിയും. അത് കൊള്ളാവുന്ന ഒരു കാര്യം തന്നെ. പക്ഷെ ഈ നാട്ടിലെ ഏർപ്പാടുകളുടെ ഇടയിൽ കിടന്നോടിയാലേ കായ് കിട്ടൂ. മുതലാളിയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, 1965-66 കാലഘട്ടത്തിൽ പുതുക്കാട്ട് TMK ട്രാൻസ്പോർട്ട് കമ്പനി നോക്കി നടത്തുന്നത് ഞാനാ. എനിക്കറിയാം ഏതൊക്കെ റൂട്ടിൽ എത്ര കളക്ഷൻ കിട്ടുന്നു കിട്ടില്ല എന്നൊക്കെ. താൻ നോക്കി നടത്തിയതുകൊണ്ടായിരിക്കും TMK ട്രാൻസ്പോർട്ട് കമ്പനി പൂട്ടിയത്. അത് ആ മുതലാളിയുടെ കൊള്ളരായ്മ കൊണ്ട്. ഈ മുതലാളിക്ക് അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നുമില്ലല്ലോ. വേറൊരു കാര്യം മുതലാളിക്ക് ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ തവണ നന്ദിനി മോളെ അന്വേഷിച്ചു വന്ന ആ ഗൾഫ് പയ്യൻ എവിടെയാ ചെന്നതെന്ന്? ബസ് മുതലാളി രാഘവൻ നായരുടെ മോള് കോങ്കണ്ണി പെണ്ണിനെയും കെട്ടിയെടുത്തുകൊണ്ട് അവൻ വിമാനത്തിൽ കയറിപ്പോയി. അതാ ബസ് മുതലാളിക്ക് ഈ നാട്ടിലുള്ള വില. പിന്നെ മുതലാളി ഒരു ഗൾഫുകാരനെ കൊണ്ടേ തന്റെ മോളെ കെട്ടിക്കുമെന്ന് വാശി പിടിച്ച് നടക്കുകയാണല്ലോ. ഞാൻ പറയുന്നു, ബസ് എന്ന് പറയുന്നത് എല്ലാരോടും ഭേദമാക്കുന്ന ഒറ്റമൂലിയാണ്. ഞാനൊന്ന് ആലോചിക്കട്ടെ. പവിത്ര, 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 എവിടെ പോയി? നിക്കണവിടെ മുടിയാൻ പറഞ്ഞവനെ. എടാ, നീ ഒരു കാലത്ത് ഗുണം പിടിക്കില്ലടാ. വേണ്ട, പക്ഷെ എന്റെ ജീവിതകഥ ഈ നാട്ടിലെ അച്ഛനമ്മമാർക്ക് ഒരു പാഠമായിരിക്കണം. ഞാൻ എങ്ങനെയൊരു തേങ്ങാമോഷ്ടാവായി? ഇന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാടാ. നിന്റെ അച്ഛനിങ്ങ് വരട്ടെ. വരട്ടെ, എന്റെ അച്ഛൻ എന്ന് പറയുന്നത് വരട്ടെ, കംപ്ലീറ്റ് ആയിട്ട് വരട്ടെ. പ്രായപൂർത്തി ഓട്ടവാശമുള്ള ഒരു ചെറുപ്പക്കാരന്റെ ആവശ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആ മനുഷ്യനെ ഉണ്ടല്ലോ, ഞാനും ഒന്ന് കാണാനിരിക്കുക. അയ്യോ, പോയോ ഈശ്വര, ഇങ്ങനെ ഒരുത്തനാണല്ലോ എന്റെ വയറ്റിൽ ജനിച്ചത്. തേങ്ങ ആയിരിക്കും. അല്ല, പശുവിൻ നെയ്. വേണ? വേണ്ട. അല്ല, കുറച്ച് കൊണ്ടുപോവാ. വേണ്ട വേണ്ട. അയ്യാണ. ഒന്നുമില്ലേ? എന്തോന്ന്? കയ്യിലൊന്നും ഇല്ലെന്ന്. വല്ല തേങ്ങയോ കുരുമുളകോ കശുവണ്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വന്നാൽ മതി. അയ്യ, നിന്നെ പോലെ കള്ളനായി ജീവിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ നല്ലവനാകാൻ തീരുമാനിച്ചു. ഓഹോ, എന്നാ ഞാൻ വരട്ടെ. എന്റെ കൂടെ നടന്ന് നിന്റെ സൽപ്പേര് കളയണ്ട. അല്ല, കൂടെ നടക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. എന്റെ കയ്യിലുള്ളത് കളവ് മുതലാണ്. 3 തേങ്ങ. ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ചായ വാങ്ങി തന്നാ നീ കുടിക്കുവോ? കുടിക്കാം. കുടിക്കുവോ? അത് കുടിക്കും. എന്നാ വാ, കുടിപ്പിക്കാം കേട്ടാ. വാ, നിന്നെ ഞാൻ ഇന്ന് കുടിപ്പിക്കാം. അമ്മേ, എന്താ മോനെ ഇത്രയും വൈകിയത്? ഇന്നലെ വരുന്നാ ഞാൻ വിചാരിച്ചത്. പോരുന്ന വഴിക്ക് വേറെ 1-2 ഇന്റർവ്യൂകൾ ഒത്തുകിട്ടി. യാത്രക്കൂലിയെങ്കിലും ലാഭമാണേ. എന്തായി മോനെ? ഇന്റർവ്യൂ ഗംഭീര വിജയമായിരുന്നമ്മേ. ഇന്ത്യയുടെ തലസ്ഥാനം ഏത്, ഒറീസ മുഖ്യമന്ത്രി ആര്, ഇതിനൊക്കെ ഞാൻ ചുട്ട മറുപടി കൊടുത്തു. പക്ഷെ ജോലി കിട്ടില്ല. എനിക്ക് ജോലിയിൽ മുൻപരിചയം ഇല്ലാത്ര കരുതകള്. ജോലി കിട്ടാതെ എങ്ങനെയാ മുൻപരിചയം ഉണ്ടാക്കി കൊടുക്കുന്നത്? നിന്നെ പറ്റി എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു നിന്റെ അച്ഛന്? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ ജോലി കിട്ടാത്തത്? ഈശ്വര വിചാരം ഒന്നുണ്ടോ നിനക്ക്? ഈശ്വരനോ? അതാരാ? അച്ഛതാ. അല്ല, അമ്മ ഒന്ന് പറഞ്ഞതാ. അമ്മ വലിയ ഭക്തയാണല്ലോ.
അമ്മയുടെ എന്റെയും ജീവിതത്തിൽ ഏതൊക്കെ ഘട്ടങ്ങളാണ് ഈ ഈശ്വരന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടുള്ളത്? ഈശ്വരൻ പോലും. അധിക പ്രസംഗം വേണ്ട കേട്ടോ. BA MA ഒക്കെ പാസ്സായത് ഈശ്വരാനുഗ്രഹം ഇല്ലാണ്ട. എന്തോ അപ്പൊ ഞാൻ ഉറക്കം വിളിച്ചിരുന്ന് പഠിച്ചതോ? എന്നിട്ട് ക്രെഡിറ്റ് ഈശ്വരനോ? അങ്ങനെ ഇപ്പൊ ഈശ്വരൻ സൂഹിക്കണ്ട. ഞാൻ ചോദിക്കട്ടെ, അമ്മയ്ക്ക് അവകാശപ്പെട്ട 5 ഏക്കർ തെങ്ങുംപുരയിടം തട്ടിയെടുത്ത അമ്മാവിനെ ഈ പറയുന്ന ഈശ്വരൻ എന്ത് ചെയ്തു? ശിക്ഷിച്ചോ? അയാളെ സൂഹിക്കാൻ വിട്ടിട്ട് ഒരു തെറ്റും ചെയ്യാത്ത നമ്മളെ നിത്യദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടില്ലേ? പോരുന്ന വഴിക്ക് ഞാൻ കണ്ടു ബോർഡും ബാനറും ഒക്കെ. ശ്രീ KP തങ്കപ്പൻ നായർ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നു. വരട്ടെ, അയാളെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അച്യുതാ, അദ്ദേഹം നിന്റെ അമ്മാവനാ, മറക്കണ്ട. മറക്കാനോ? എപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നുണ്ട്.